അടിപൊളി ഒന്നിനും കൂടി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചെറുതാണ്. ഒരു കരിമീനെ പിടിച്ചത് നമ്മൾ വലയിലാണ് പിടിച്ചേട്ടാ. ടകഹാക്കോർക്കിൻ്റെ പുതിയ വീഡിയോയിലൊക്കെ സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫിഷിംഗ് വീഡിയോ ആണ്. അപ്പോൾ മെയിനായിട്ട് കരിമീൻ, ഞണ്ട്, കൊഞ്ച് പോലെയുള്ളതിനെ കുത്തിപ്പിടിക്കുന്ന രീതി. അപ്പോൾ ഈ ഒരു കുന്തം വെച്ചിട്ട് നമ്മൾ കുത്തിപ്പിടിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റത്തെ ബിറ്റ് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുന പോയിട്ട് പാറകളൊക്കെ കൊണ്ടിട്ട് പെട്ടെന്ന് മുന പോകുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഈ ബിറ്റ് ഊരിയെടുക്കുന്ന ടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ സ്റ്റഡ് ഉപയോഗിച്ചിട്ട് ബിറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഉപയോഗിച്ച് കളയാൻ വെച്ച മൊപ്പിൻ്റെ ഹാൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കുന്തത്തിൻ്റെ ഇതുണ്ടാക്കുന്നത്, പിടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പഴയ ഒന്ന് അയച്ചെടുത്തിട്ടുണ്ട്. മോപ്പിൻ്റെ ഇതിനൊക്കെ കണക്കായിട്ട് ഒരു നമ്മൾ ഇരുമ്പിൻ്റെ ഒരു MS-ൻ്റെ റോഡ് ഇങ്ങനെ അടിച്ച് കയറ്റുന്നുണ്ട്. അതിനുശേഷം ലെയ്ത്തിൽ ഒരു ഹോൾ എടുത്തതിന് ശേഷമാണ് ഇതിന് ഫിറ്റ് ആക്കുന്നത്. അപ്പോൾ ഇതിൽ ടൈറ്റായിട്ടുള്ളതിനെ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ബോൾട്ട് കൂടി കൊടുത്താൽ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും. അകത്തേക്ക് പോകുന്ന ആ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാലിഞ്ച് നമുക്ക് പുറത്ത് പിന്നെ ആവശ്യമുള്ളൂ. ബാലൻസ് ഉള്ളത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ. ഈ സ്റ്റെപ്പ് ഇത്ര ആവശ്യമില്ല, നമുക്ക് ഒരു ചെറിയൊരു സ്റ്റെപ്പേ ഉണ്ട്. അകത്തേക്ക് കുഴിഞ്ഞ് കയറാതിരിക്കാൻ മാത്രം ചെറിയൊരു സ്റ്റെപ്പേ ആക്കുന്നുള്ളൂ. ബാക്കിയുള്ളവ കൂടി ഇങ്ങനെ മുറിച്ചെടുക്കുന്നു. ഇത്രയും ഉണ്ട്, ചെറിയ അകത്തേക്ക് കയറി പോകാണ്ടിരിക്കാൻ മാത്രമുള്ള ചെറിയൊരു സ്റ്റെപ്പ്. ആദ്യം തന്നെ ഗേഡ് കിട്ടുന്നതിന് വേണ്ടി ഒരു സെൻട്രൽ ടെയിൽ ഉപയോഗിച്ചിട്ടൊന്ന് തുറക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ചക്കിൽ ഇതുപോലെ ഫിറ്റായി കൊടുക്കുക. സ്റ്റഡിൻ്റെ ത്രെഡ് 6mm. അപ്പോൾ അതിനോട് നമ്മൾ ആ 5-ൻ്റെ ഹോൾ ഇട്ടിട്ട് ഡ്രില്ലടിച്ചതിന് ശേഷം 6mm ടാപ്പ് വെച്ചിട്ടാണ് ഇതിൻ്റെ ചെയ്യുന്നത്. അപ്പോൾ അത്രയും നീളം ആവശ്യമുള്ളൂ, ചെറിയ ഒരു ഇത്രയല്ലേ നീളമുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയൊരു നീളം വെച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് ഹോൾ അടിച്ചടിക്കുക. ഇതൊക്കെ വെള്ളം കൊടുക്കുന്ന നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പം സമയമില്ല, ഏകദേശം സമയമായിപ്പോയി. നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ ഫിഷിങ്ങിന് പോകേണ്ടതാണ്. M6-ൻ്റെ ത്രെഡാണ് ഇതിലെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് തന്നെ സ്റ്റഡ് റഞ്ച് ഇട്ടിട്ട് സാധാരണ ഹാൻഡ് കൈകൊണ്ടെടുക്കുന്ന ത്രെഡ് തന്നെ എടുക്കുന്നുണ്ട്. ഈ ചെറുതായത് ഏറ്റവും സുഖം ഇത് തന്നെയാണ്. ചക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നില്ലേ, പിന്നെ പെട്ടെന്ന് പരിപാടി ചെയ്യും. സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൈപ്പിലേക്ക് എന്നെ അടിച്ച് കയറ്റാൻ വേണ്ടി പോയത്. അപ്പോൾ സംഭവം സെറ്റല്ലേ, ഈ ഒരു സംഭവം പോലെ തന്നെ ആക്കിയെടുത്ത്. അപ്പോൾ ഇവിടെ നിന്നൊരു ബോൾട്ട് കൂടി കൊടുക്കണം നമുക്ക്, ഇതല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോയിക്കൊണ്ടേ നിൽക്കും. SS വെൽഡിങ്ങിനോട് ഉപയോഗിച്ചിട്ട് ഈ അറ്റിങ്ങ പഴുപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഓലയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതേ ഒരു മാർഗ്ഗമുള്ളൂ. അറ്റത്തൊരു 3/4 ഇഞ്ച് ഭാഗത്തോളം നമ്മൾ ചൂടാക്കി പഴുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനെ അടിച്ച് പരത്തിയാണ്. പരത്തിക്കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചൂണ്ടക്കെല്ലാം വരുന്ന പോലെ. അപ്പോൾ സൈഡൊക്കെ ഗ്രൈൻഡ് ചെയ്തൊന്ന് ലെവലാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പോളിഷ് ചെയ്യണം. അപ്പോൾ 600-ൻ്റെ പഴയ ഫ്ലാപ്പ് വീലിട്ടിട്ട് ഞാനൊന്ന് പോളിഷ് ചെയ്യുന്നത്. പോളിഷല്ല, ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല നീറ്റായി വന്നിട്ടുണ്ട്, നല്ല അടിപൊളി ആരുമായി. അപ്പോൾ ഇത് കൊഞ്ചിങ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ, നമ്മളെ വീട്ടിലുള്ള ഗ്യാസിലൊന്ന് അറ്റം മാത്രം ഒന്ന് ചൂടാക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ പെട്ടെന്ന് മുക്കി ചേർത്ത് കഴിഞ്ഞാൽ ഹാർഡായിട്ട് അറ്റങ്ങനെ നിന്നോളും. അങ്ങനെ 3 ബിറ്റാണ് ഉണ്ടാക്കിയെടുത്തില്ല കേട്ടോ. നമുക്കിപ്പോൾ തൽക്കാലം 3 ആക്കുന്നുള്ളൂ. ഗ്യാസിൽ ചൂടാക്കിക്കൊണ്ട് അറ്റം ചെറിയൊരു ബ്ലാക്ക് കളറുണ്ട്. അപ്പോൾ അത് കളയുന്നതിന് വേണ്ടി നമ്മൾ നോൺ വോവൺ വീൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റീൽ പോളിഷ് ചെയ്യുന്ന വീലില്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്, ക്ലീനിങ്ങിന് മാത്രം. അങ്ങനെ ഫൈനലി നമ്മളെ കുന്തത്തിൻ്റെ ബിറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ആക്കി ആ ഒരു ഹാൻഡിലേക്ക് ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ കുന്തം. നല്ല രസമല്ലേ, നേരത്തെ ഇതിനെക്കാട്ടി എത്ര വ്യത്യാസം ഉണ്ടെന്നറിയാം. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത ഫിഷിങ് എങ്ങനെയാണെന്ന് കാണാം. എടുക്ക്, പുറത്തെടുക്ക്. ചെറിയൊരു കരിമീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, വളരെ ചെറുതാണ്. അപ്പം ഞണ്ട് ഇങ്ങനെയാണ് വെള്ളത്തിലുണ്ടാവുക. അപ്പോൾ ഇത് കഴിക്കാൻ പറ്റുന്ന ഞണ്ടല്ലാത്തതുകൊണ്ട് നമ്മൾ പിടിക്കുന്നില്ല.
ഇങ്ങനെ നടന്ന് സൈഡിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാറയിലുള്ള സ്ഥലത്ത് നിന്ന് ഇത് വേറെ കമ്പി അല്ലാതെ വേറെ മാർഗമില്ല ഇതിനെ പിടിച്ചെടുക്കാൻ. വിളിച്ച ശരിയില്ലടാ. ഒരു ഞണ്ട് ഒരു കരിമീൻ. ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ നോക്കാം. പഞ്ഞിയല്ലല്ലോ, അടിപൊളി ഒന്നിനും കൂടി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചെറുതാണ്, അതിലേക്ക് തന്നെ തട്ടിട്ടെ. ഞണ്ടന്നെ പച്ചക്കാലം തന്നെ. പഞ്ഞാന്ന് നോക്കിയാ കണ്ണിലെ കൂടെ ആടാ കയറിന് പാവം. അതന്നെടാ ഏട്ടോ നൂറ്റിയേ പറക്കണ്ടാ. ടോർച്ച് അടിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കൽ തുടങ്ങിയിട്ട് സമയം കുറേ. ഞണ്ടല്ലാണ്ട് വേറൊന്നും കാണുന്നില്ല. ഇപ്പം അധികം എന്തെങ്കിലും കിട്ടുമോ നോക്കാം. സമയത്തേ ആയിട്ടുള്ളൂ. സോ ഉണ്ടെങ്കിലേ പൂളാനുണ്ട്, പറ്റിയെന്ന് പറയും നമ്മളെ നാട്ടിൽ. അതിനെ സകല അടവും പറ്റിയതുകൊണ്ട് ഈ നാട്ടുകാർ പറ്റിയെന്ന് പറയുന്നത്. അതിന് കിട്ടില്ല, ചൂണ്ടക്കല്ലാണ്ട് വേറൊരു മകം ഇല്ല. ഹരി എടാ ഇവിടെ കരിമീൻ ഇടാ മഷൂദേ, കരിമീൻ ആ പിടിച്ചത്രയുണ്ട്, നേരത്തെ പിടിച്ചത്രയുണ്ട്. വല റിസ്ക്കാണ്, കമ്പി കൊണ്ട് വരും, വല നടക്കൂല. ഒരു മീഡിയം സൈസ് കരിമീനെ കണ്ടിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കല. കമ്പി കൊണ്ട് കിട്ടൽ കുറവാണ്, കിട്ടിയില്ല അല്ലേ? കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷ. ഓക്കെ പച്ചക്കാലനല്ലേ, അടിപൊളിയുണ്ട്. പച്ചക്കാലനല്ല കേട്ടാ, പച്ചക്കാല ഉറപ്പില്ലേ? പഞ്ഞിയല്ലല്ല. ഓക്കെ പഞ്ഞിയാ പിടക്കുന്നില്ലല്ലോ. കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. കുറച്ച് ഞണ്ടും ഒരു ചെറിയൊരു കരിമീനുള്ളത്. കുറച്ച് തിമ്മിട്ട് ഇപ്പം പിടിച്ചതാ കുറച്ച്. അയ്യോ പോതാ പിടിക്കലടാ. ഇങ്ങനെ എപ്പോൾ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കാതാ. ഇവിടെ പിടിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. മിസ്സായ പുതിയൊരു അനുഭവം കണ്ടിട്ട് എടുത്ത ചേട്ടാ. ഈ മരം നിറയെ ഞണ്ട്, കഴിക്കാൻ പറ്റുന്ന ഞണ്ടല്ലേ, അത് വേറെ വിഷയം. എന്തോ ഒരു പീച്ചാളി ടൈപ്പ് ഞണ്ട് ഒരുപാട് ഇങ്ങനെ കയറി കൂടിയിരുന്നു. മരം നിറയെ ഞണ്ട് മരം എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. കാണുന്നില്ലേ? ഇതാ ഇതെല്ലാം വലിയതുണ്ട്.